നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ ഒരു സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ അത് വളരെ നല്ല കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംവാദം സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറയുന്നത് ഈ കഴിഞ്ഞ LDF സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് മുൻവെച്ച് കൂടിയിട്ടുള്ള ചർച്ച നടത്താമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഈ കഴിഞ്ഞ നിയമസഭയിൽ അല്ലെങ്കിൽ സഭാ കാലയളവിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിട്ട് സർക്കാരിനെ ഇത്തരത്തിൽ വിമർശനത്തിൽ നിർത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടിയിരുന്നത്. അവിടെ പ്രതിപക്ഷം അതിനുള്ള അവസരം കാണിച്ചില്ല. കൂടാതെ കേന്ദ്രത്തിനെതിരെയുള്ള സമരങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്തായിരുന്നു എന്ന് കൂടിയിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി ഈ സംവാദത്തെ സ്വാഗതം ചെയ്തതിനോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇനി സമയവും സ്ഥലവും മുഖ്യമന്ത്രി എന്നെ അറിയിച്ചോളൂ, അതോടൊപ്പം തന്നെ സംവാദം തുടങ്ങാമെന്നാണ് പറയുന്നത്. ഇതോടൊപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വി.ഡി. സതീശനെതിരെ നടക്കുന്ന ഒരു സൈബർ നിന്നുള്ള അറ്റാക്ക് ഉണ്ട്. അത് നുണേഷൻ എന്നൊരു പേജ് തുടങ്ങിയിട്ട് കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനെതിരെ കുറച്ച് രൂക്ഷമായി പ്രതികരിക്കുക കൂടി ഉണ്ടായി. ആ പേജുകൾ തുടങ്ങുമ്പോൾ അത് പൂട്ടിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പുതിയ പുതിയ പേജുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സതീശൻ പറയുന്നത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഇനി നുണേഷൻ എന്നതിന് പകരമായിട്ട് കൂടി നുണറായി എന്നുകൂടിയിട്ട് വിളിക്കുകയും അതിനുള്ള രേഖകൾ അല്ലെ അദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള നുണകൾ ഏതൊക്കെയാണെന്ന് കൂടിയിട്ട് വെളിപ്പെടുത്തുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു നീക്കം കൂടി ഉണ്ടാകുമെന്നും കൂടി സതീശൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിലേക്കാണ് ജിമ്മി, ഈ പ്രത്യാരോപണങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാകുന്നു പറയുന്നു. നമ്മൾ ആറന്മുളയിൽ ഇത്ര വരെ സംവാദം കണ്ടിരുന്നു, വീണ ജോർജും അബിൻ വർക്കിയും തമ്മിലുള്ള. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ തൃത്താലയിൽ നിന്ന് ബൽറാം കൂടിയിട്ട് അവിടെ രാജേഷിനെ ഇത്തരത്തിൽ മന്ത്രി കൂടിയായ രാജേഷിനെ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് സംവാദത്തിന്. ഇത്തരം ഒരു ചർച്ച ജനാധിപത്യത്തിന് ഗുണകരമാണ്. പക്ഷേ ഇതിനുള്ള സ്പേസ് നിയമസഭയിൽ അടക്കം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമല്ലേ? അല്ല, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണെങ്കിലും അല്ലെങ്കിലും ചർച്ചകൾ നടക്കുന്ന നല്ല കാര്യമാണ്. നടക്കട്ടെ, ചർച്ചകൾ നടക്കാനുള്ള സാധ്യത പക്ഷേ ഞാൻ കാണുന്നൊന്നുമില്ല. ഇതിനു മുമ്പ് ശിവൻകുട്ടി വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. അവസാനം എന്തൊക്കെയോ നിസ്സാര കാര്യം പറഞ്ഞ് ആ ചർച്ച നടന്നില്ല. ഇത് നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതൊന്നുമല്ല, ഇതൊരു ഒരു 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 പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. ആരാണ് ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് എന്നതിൻ്റെ ഒരു മത്സരമാക്കി ഭാവിയിൽ ഇത് വിധി എഴുതപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടുപേരുടെ ഭാഗത്ത് നല്ല ഒന്നാം തരം നുണകൾ നടക്കുന്നുണ്ട്. നുണകൾ നടക്കട്ടെ, നുണകളുടെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാവട്ടെ, അതാണുള്ളത്. അല്ലെ, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ നിയമസഭയിൽ ഇതൊന്നും ചർച്ച ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ നിയമസഭയിൽ പ്രതിപക്ഷം വളരെ മോശമായിരുന്നു എന്നൊരു പ്രതീതിയുണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പറയാവുന്നത് ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ അനുവദിച്ച സർക്കാരാണ്. അടിയന്തര പ്രമേയം അനുവദിച്ച സർക്കാരാണ്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, വളരെ ക്രൂഷ്യലായ നിലപാടുകൾ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള പിടിക്കില്ല, വേറെ ചില വിഷയങ്ങളാണെങ്കിൽ അതിൽ വേണമെങ്കിൽ പിടിക്കാം. അപ്പോൾ നിയമസഭ എടുത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ 99 സീറ്റാണ്. അപ്പോൾ എത്ര പേർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമെന്നുള്ളത് MLA-മാരുടെ എണ്ണം അനുസരിച്ചാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് ആദ്യത്തെ 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി. ഇത് സംസാരിച്ചു തുടങ്ങിയാൽ ഇവിടുന്ന് 2 ആളും അവിടുന്ന് 20 ആളും സംസാരിക്കുന്നതിലേക്ക് ഇതിൻ്റെ ഒരു ഡിബേറ്റിൻ്റെ സ്പേസ് അങ്ങ് മാറി. അപ്പോൾ പ്രതിപക്ഷം അതിൽ നിന്ന് പിന്മാറുന്നുള്ളതല്ലാതെ നിയമസഭയ്ക്കകത്ത് അവിടെയും പ്രസംഗ മത്സരമാണല്ലോ, അല്ലാതെ ഫാക്ട് ഫൈൻഡിങ് മിഷനൊന്നുമല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷം അത് കൊത്തിയില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം സമരം വന്നിട്ട് നിയമസഭയ്ക്ക് പുറത്തേക്ക് മാറ്റി എന്നുള്ളതാണ്. പക്ഷേ നിയമസഭയ്ക്ക് പുറത്തുള്ള ചർച്ചകളിൽ നല്ല അന്തസ്സായിട്ട് CPM തോക്കുന്നതും സ്വർണ്ണക്കൊള്ള കേസിലൊക്കെ ഒരു മറുപടി പോലും പറയാനില്ലാതെ എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങളെപ്പോഴും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതിന് മറുപടി ഇല്ലാതെ മെഴുകുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് മുഖ്യമന്ത്രി ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞ ആഴ്ചയിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞങ്ങൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് CPM-നെ ഏത് സംഘടനാ നടപടിയാണെന്ന് നമുക്കറിയില്ല. സസ്പെൻഷൻ കേട്ടിട്ടുണ്ട്, ഒഴിവാക്കുക കേട്ടിട്ടുണ്ട്, ശാസന കേട്ടിട്ടുണ്ട്, പരസ്യശാസന, നമുക്ക് ഒരുപാട് പദാവലികളുണ്ട്. ഈ മാറ്റി നിർത്തുക എന്ന പരിപാടി എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് ഏറ്റവും അവസാനമാണ് പറയുന്നത്. അപ്പോൾ ഇനി നുണകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ വി.ഡി. സതീശൻ ഇന്ന് സഭയിലും ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ഭവന പുനർനിർമ്മാണമാണ്. ബോർഡ് വെച്ചു, തറക്കല്ലിട്ടു, എന്നിട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് ഞങ്ങൾ സ്ഥലം അളന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ചോദിച്ചു, അല്ല സ്ഥലം അളക്കുന്നുണ്ട് ശരി, പക്ഷേ ഈ കെട്ടിടം പണിയണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അപേക്ഷ കൊടുക്കണം, അതെന്തായി? അത് ഞങ്ങൾ അളന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായി പൊളിഞ്ഞ് പാളീസായ ഒരു വാദമാണ്. ഇത്രയും നാളായി ഒരുപാട് ആളുടെ നിന്ന് പണം പിരിച്ചു, എന്നിട്ട് പറഞ്ഞു KPCC പ്രസിഡന്റ് പറഞ്ഞു എൻ്റെയും വി.ഡി. സതീശൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിലാണ് ഈ പൈസ കിടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് അവരുടെ അഫിഡവിറ്റ് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു അക്കൗണ്ടിനെ കുറിച്ചോ അക്കൗണ്ടിലെ പണത്തെക്കുറിച്ചോ ഇല്ല. ഇതെവിടെ പോയി? ഒന്നെങ്കിൽ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിക്കും. ഇതിലേതെങ്കിലും ഒന്ന് ശരിയായേ പറ്റുള്ളൂ. അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ
ഭവന പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലുള്ള UDFിൻ്റെ വാദങ്ങൾ പരിപൂർണമായും പൊളിഞ്ഞടിഞ്ഞ കാഴ്ച തന്നെയാണ് കണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സർക്കാർ പോലെയല്ല ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഇങ്ങനൊരു സംവിധാനമൊക്കെ എടുത്തു പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ ന്യായങ്ങൾ ബാധിക്കില്ല. ഞങ്ങൾ സ്ഥലം വളർന്നുകൊണ്ടിരിക്കുകയാണ്, കുറ്റി അടിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ആ കാര്യത്തിൽ UDF പരിപൂർണമായും പാളി. ആ സമയം തിരിച്ച് LDFിനോടും ചോദിക്കാം, നിങ്ങൾ വളരെ ബഹളം വെച്ച് ഒരു വീടുകളുടെ 178 വീടുകളുടെ ഉദ്ഘാടനം നടത്തിയല്ലോ, ടൗൺഷിപ്പ്. ഒരു മാസം കഴിഞ്ഞു, ഇതുവരെ ഒരു വീട് പോലും വന്നില്ലല്ലോ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, ഒരു നാട്ടുകാരനെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്താം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതല്ല വിഷയം. നിങ്ങൾ ഉദ്ഘാടനം ചെയ്തോ? ഉദ്ഘാടനം ചെയ്തെങ്കിൽ വീട് തുറന്നു കൊടുക്കോ? ഇല്ല. അതെന്ന് തീരുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഉദ്ഘാടനം? അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു. പൊളിഞ്ഞേ VD സതീശനെതിരെ VD സതീശൻ RSSൻ്റെ പരിപാടിക്ക് പോയി വിളക്ക് കൊളുത്തിയ ഇത് കേട്ട് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു, ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് 2006 ഫെബ്രുവരിയിൽ നടത്തിയ പരിപാടിയാണെന്ന് പറഞ്ഞു. പിന്നെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് 2006 ഫെബ്രുവരിയുടെ പ്രത്യേകത 2006 ഏപ്രിലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് RSSൻ്റെ വോട്ട് വാങ്ങാനായി VD സതീശൻ ചെയ്ത പണിയാണെന്ന് പറഞ്ഞു. VD സതീശൻ ആദ്യത്തെ 2 ദിവസം മിണ്ടിയില്ല, വളരെ സ്ട്രാറ്റജിക്കായി. അപ്പോൾ CPM ഹാൻഡിലുകൾക്ക് വളരെ വലിയ ആവേശമായിരുന്നു. അപ്പോൾ സതീശൻ്റെ നോട്ടീസായിട്ട് വന്നു, ഇത് 2006 ഡിസംബറിലെ പരിപാടിയാണ്, അതേ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. മുഖ്യമന്ത്രിയുടെ ആ നുണയും പൊളിഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങളിൽ ആരെ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞു എന്നതിനെക്കുറിച്ച് നമുക്ക് കണക്കെടുക്കാം. അല്ലാതെ ഇതിൽ വലിയ യാതൊരു കാര്യവുമില്ല. കാര്യം പറ വിശദമായി. ഇപ്പോൾ SDP-യുടെ കാര്യത്തിലായാലും ഇത് തന്നെയല്ലേ നടക്കുന്നത്. SDP-യുടെ കാര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് VD സതീശൻ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതാണ്. SDP-ഐ ഒരു വർഗീയ കക്ഷിയാണെന്നും വലിയ കുഴപ്പക്കാരാണെന്നും പറഞ്ഞ ഇടതുമുന്നണി ഇത്തവണ തുടങ്ങിയത് മീഡിയ വണ്ണിൻ്റെ ഇൻ്റർവ്യൂവിലാണ്. LDFിൻ്റെ കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു SDP-യുടെ വോട്ട് അത് നിങ്ങൾ വേണ്ടാന്ന് പറയില്ല, അത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ട് വേണ്ടാന്ന് പറയില്ല, അപ്പോൾ RSSൻ്റെയോ ഒരു ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹം പിണങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം വളരെ വ്യക്തമാണ്. SDP-ഐ ഒരു വർഗീയ കക്ഷിയാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. MA ബേബിയും പറഞ്ഞു അത് വർഗീയ കക്ഷിയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ പശ്ചിമ ബംഗാളിൽ സഖ്യകക്ഷിയില്ലേ ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്, അവിടെ പക്ഷേ അവിടെ നിൽക്കുന്നു. അടുത്തത് സഖ്യകക്ഷിയാണ്. ആരുടെയൊക്കെ? CPM-ൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സഖ്യകക്ഷിയാണ് SDP. ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റില്ല. അപ്പോൾ SDP-യുടെ കാര്യത്തിൽ CPM-ൻ്റെ ഭാഗത്ത് മാത്രമല്ല, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ കോൺഗ്രസും ലീഗും പെടും. അതിനുശേഷം ഈ VD സതീശൻ പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇത് ഞാൻ ചോദിച്ചല്ലോ, അപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ സാറേ. ഇത്തവണ വേണമെന്നാണോ വേണ്ടെന്നാണോ? മിണ്ടിയിട്ടില്ല. വളരെ തന്ത്രപരമായ മൗനമായിരുന്നു. പക്ഷേ KC വേണുഗോപാൽ ഇന്നലെ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം. ചുരുക്കത്തിൽ നുണ പറയാത്ത, അസത്യം പറയാത്ത, ഒഴിഞ്ഞു മാറാത്ത ആരുമില്ല ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്. അത്രയേ ഉള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇല്ലാത്ത കാര്യം പറഞ്ഞത് ആരാണെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇലക്ഷൻ കഴിയട്ടെ. യെസ്, ദാസാഹിബ് നുണേശൻ നുണറായി അത്തരം ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു ടേം വികസിച്ച് വരികയും സോഷ്യൽ മീഡിയയിൽ വലിയ സംവാദമാവുകയും ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സതീശനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സതീശൻ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നടക്കുന്നതെന്നാണ് സതീശൻ തന്നെ പറയുന്നത്. അത് ഇലക്ഷന് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ അത്തരം പേജുകൾ വരുന്നു, നിരന്തരം പൂട്ടിക്കപ്പെടുന്നു, അവർ ഓരോരോ പേജുകൾ പുതുതായിട്ട് തുടങ്ങുന്നു. അതിനിപ്പോൾ ബദലായിട്ട് നുണറായി കൂടിയിട്ട് വരുന്നു. ഈ ഒരു സൈബർ ഹാൻഡിലുകളുടെ ഈ ഒരു പോരാട്ടത്തിനെ എങ്ങനെയാണ് വലിയ ഈ നുണേഷൻ എന്നുള്ള പ്രയോഗം വളരെ നേരത്തെ ലെഫ്റ്റ് സോഷ്യൽ മീഡിയാസ് ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ യഥാർത്ഥ ബെനിഫിഷ്യറി VD സതീശനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് ആരാണ് അപ്പുറത്തെ ലീഡർ എന്ന് ആര് നിർണ്ണയിക്കുകയാണ്? ഇപ്പുറത്തെ ക്യാമ്പ് നിർണ്ണയിക്കുകയാണ്. അപ്പോൾ അവിടെ രമേശാണോ KC ആണോ VD സതീശനാണോ എന്നൊരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ ഇപ്പുറത്തെ ക്യാമ്പ് ഒരാളെ പിൻ പോയിൻറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അയാളതിൻ്റെ ബെനിഫിഷ്യറിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആവർത്തിച്ച് VD സതീശനെ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഫൈറ്റിനകത്ത് ആ ഒരു സമരമുഖത്ത് VD സതീശൻ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ആ നിലക്ക് ഇത് എന്താണ് യഥാർത്ഥ യുദ്ധത്തിൽ അപ്പുറത്തെ ഇതിനെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സ്ട്രാറ്റജിക് ഫെയിലിയർ LDFന് അവിടെ സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശനൊരു ഒരു ലീഡറാക്കിയിട്ട്, ഒരു ടീം ലീഡറാക്കിയിട്ട് ആര് സ്ഥാപിക്കുകയാണ്? CPM സ്ഥാപിക്കുകയാണ് ചെയ്തത്. ദാറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. അത് സംഭവിച്ചു കഴിഞ്ഞു.
കാരണം അദ്ദേഹത്തെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ക്യാമ്പയിനുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ ക്യാമ്പയിനുകൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന എത്രയോ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ഈ നുണേഷൻ എന്ന് പറയുന്ന പ്രയോഗം. അതുമാത്രമല്ല, ആ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്തുണ്ടായ വന്ന എം വി ഗോവിന്ദൻ്റെ ബൈറ്റുകൾ ശ്രദ്ധിക്കണം. എം വി ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം എന്താണ്, അവൻ വി ഡി സതീശൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സംയോജിതമായിട്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു. പിന്നെ അപ്പോൾ അതൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇപ്പോഴാണ് ഈ നുണറായി എന്ന് വി ഡി സതീശൻ തിരിച്ചു വരുന്നത്. അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഡിബേറ്റിൽ നല്ല കഴിവുള്ള ആളാണ്. അത് സ്ഥാപിക്കപ്പെട്ടത് നേരത്തെ നമ്മുടെ പഴയ മിനിസ്റ്ററായിട്ട് നടത്തിയ തോമസ് ഐസക്കുമായിട്ട് നടത്തിയ ഡിബേറ്റ് മുതൽ അസംബ്ലി ഡിബേറ്റുകൾ, ഇതിനകത്തൊക്കെ ഒരു നല്ല ഡിബേറ്റർ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ കൺവിൻസിംഗ് ആയി സംസാരിക്കാൻ കഴിയുന്ന, വിഷയങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന, അതിന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇലക്ഷൻ സീസണിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പാണ് ഒരു യൂട്യൂബർക്ക് ഇദ്ദേഹം ഒരു ദീർഘമായ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, ഒരു യങ് യൂട്യൂബർക്ക്. അതിൽ പൊളിറ്റിക്സ് അല്ല സംസാരിക്കുന്നത്, കൂടുതലും ഫിനാൻസും ഡെവലപ്മെൻറ്റും ഇത്തരം കാര്യങ്ങളാണ്. അത് വലിയ മില്യൺ കണക്കിന് ആളുകൾ കണ്ടു. ഒരു പക്ഷേ കേരളത്തിലൊരു പൊളിറ്റിക്കൽ ലീഡറുടെ ഏറ്റവും വ്യൂവേഴ്സ് വന്നുള്ള ഇൻ്റർവ്യൂ ആണ്. അത് ശ്രദ്ധിക്കണം. ഷാരിഖുമായിട്ടുള്ള ഇൻ്റർവ്യൂ. അത് കൂടുതലും ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാർക്കിടയിൽ വലിയ തോതിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ. അപ്പോൾ അത് ആ നിലക്കുള്ള ഒരു അപ്പർ ഹാൻഡ് വി ഡി സതീശനുണ്ട്. പിണറായി വിജയൻ ഒരു ഡിബേറ്റർ അല്ല, അദ്ദേഹം മോണോലോഗിൻ്റെ ആളാണ്. നല്ല രീതിയിൽ അണികളോട് വളരെ ചാർജ്ഡ് ആയിട്ടുള്ള വാക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലീഡറാണ്. അങ്ങനെ അദ്ദേഹത്തിനൊരു ഡിബേറ്റർ ആകാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ്റെ വീക്ക് പോയിൻ്റ് എവിടെയാണ്? ഡിബേറ്റ് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് പിടിവിട്ടു പോകും. അറിയാലോ, ഇപ്പോൾ പത്രസമ്മേളനങ്ങളിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളോട് ഡിബേറ്റിനുണ്ടോ, ഒരു പരസ്യ ഡിബേറ്റിനുണ്ടോ എന്ന് ഒരു വെല്ലുവിളി ഉയർത്തുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. പിണറായി വിജയൻ ആ പോയിന്റിൽ പിടിക്കാമെന്നായിരിക്കും വി ഡി സതീശൻ വിചാരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി പക്ഷേ അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടന്നാൽ നിശ്ചയമായിട്ടും വി ഡി സതീശൻ്റെ അപ്പർ ഹാൻഡ് അതിനകത്ത് ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ അത്തരം ഒരു ഡിബേറ്റ് നടക്കണം എന്നുള്ളതാണ്. ഇപ്പം നടക്കണം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് എന്ന് പറയുന്ന ലോകത്ത് പല രാജ്യങ്ങളുള്ളതാണ്. അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ലെങ്കിലും 2 ലീഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിനും അവരുടെ ഒരു ലീഡർ ഉണ്ടാവും. അപ്പോൾ ആ ലീഡർമാർ തമ്മിലുള്ള ഒരു പബ്ലിക് ഡിബേറ്റ്, ഒരു ടെലിവൈസ്ഡ് പബ്ലിക് ഡിബേറ്റ് എന്നുള്ളത് നല്ലതാണ്, വളരെ വളരെ അനിവാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനൊരു സംവിധാനം തന്നെ ഉണ്ടാവണം. ഒരുപക്ഷെ KUWJ ആണല്ലോ നേതാക്കന്മാരുടെ മുഖാമുഖം നടത്താറുള്ളത്. അവർക്ക് വേണം ആലോചിക്കാം. എല്ലാ ഇലക്ഷനും മുന്നോടിയായിട്ടും ഈ നിലക്കുള്ളൊരു പബ്ലിക് ഡിബേറ്റ് നമ്മൾ നടത്തും. പിണറായി വിജയനും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വരട്ടെ, അവർക്ക് സംസാരിക്കാനുള്ളൊരു ഒരു ഗിവൻ ടൈം, പിന്നെ റിജോയിൻഡറിനുള്ളൊരു ടൈം, സദസ്സ് എന്നുള്ള ഒരു ഇൻവൈറ്റഡ് ഹൗസ് ഉണ്ടാകുക, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പിന്നെ ഒരു പാക്കപ്പ് സെഷൻ, അങ്ങനെ വെച്ചൊരു ഡിബേറ്റ് നടക്കുകയാണെങ്കിൽ അതായിരിക്കും തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഒരു ചോയ്സ് ആണല്ലോ നടക്കുന്നത്. ആരെ തിരഞ്ഞെടുക്കണം, എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഐഡിയ, അവരൊരു വികസനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടെന്താണ്, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഇവന്മാരുടെ കാഴ്ചപ്പാടെന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, ഇവരുടെ വിഷൻ എത്രത്തോളം ആഴമുള്ളതാണെന്നതിനെക്കുറിച്ചൊക്കെ വോട്ടർമാർക്ക് ഒരു ധാരണ കിട്ടാൻ അവർ വളരെയധികം ഉപകരിക്കും. അതുകൊണ്ടാണ് ലോകത്ത് പല രാജ്യങ്ങളുള്ളതിൽ അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ശ്രദ്ധിക്കാറില്ല. മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ് അതിന്, ഡിജിറ്റൽ ഇതിലാണെങ്കിലും ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിലാണ് എല്ലാറ്റിലും വരുന്നത്. അത് അമേരിക്കൻ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായുള്ളൊരു ഘടകമാണ്. അത് നമ്മൾ കാണണം. അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു സംഭവം എന്ന് വെച്ചാൽ പ്രസിഡൻഷ്യൽ ഡിബേറ്റാണ്. അതിൻ്റെ രസകരമായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് അമേരിക്കൻ ഇതിനകത്ത്. അതിൽ ആദ്യത്തെ ടെലിവൈസ്ഡ് പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നടക്കുന്ന 1960 ഈ ജോൺ എഫ് കെന്നഡിയും റിച്ചാർഡ് നിക്സണും തമ്മിലാണ്. അതിൽ ആ ഡിബേറ്റിൽ അതിൻ്റെ തമാശ എന്ന് വെച്ചാൽ, പിന്നെ അത് സ്റ്റുഡിയോയിൽ AC ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിക്സൺ വല്ലാതെ വിയർത്തുപോയി. നിക്സൺ അസ്വസ്ഥനായിട്ടാണ് ഉണ്ടായിരുന്നത് ആ ഡിബേറ്റിൽ. അപ്പോൾ ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിൽ സർവേ നടന്നു, ആരാണ് ഡിബേറ്റിൽ വിജയിച്ചതെന്നുള്ളത്. അപ്പോൾ അതിൽ ടെലിവിഷൻ വ്യൂവേഴ്സ് പിന്നെ 80% പറഞ്ഞിരിക്കുന്നത് ജോൺ എഫ് കെന്നഡി വിജയിച്ചു എന്നാണ്. റേഡിയോ ലിസണേഴ്സ് 80% പറഞ്ഞിരിക്കുന്നത് മറ്റേയാൾ വിജയിച്ചു എന്നാണ്. ആര്? നിക്സൺ വിജയിച്ചു. കാരണം നിക്സൺ അവർ കണ്ടിട്ടില്ല. നിക്സൺ വേർത്തതും ആകെ അസ്വസ്ഥനായതൊന്നും അവർ കണ്ടിട്ടില്ല. നിക്സൺ പറഞ്ഞത് അവർ കേട്ടിട്ടുള്ളൂ.
അപ്പോൾ അതാണ് ഈ ഇമേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഗതിയിൽ വളരെ അതിൻ്റെ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ടാണ് ആ 60-ലെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് കാണുന്നത്. എന്നിട്ട് നോക്കുക ഇലക്ഷൻ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഹിസ്റ്ററിയിലെ ഏറ്റവും എന്താണ് റേസർ തിൻ മെജോറിറ്റി എന്ന് പറയുന്ന 0.17% ഈ കെന്നഡിയുടെ ഭൂരിപക്ഷം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ 43 വയസ്സിലാണ് അദ്ദേഹം പ്രസിഡൻ്റാണ്. ഏറ്റവും ചെറുപ്പക്കാരനായ ആദ്യത്തെ കാത്തലിക് പ്രസിഡന്റ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് 0.17% വോട്ടിൻ്റെ ഇതിലാണ്, ബലത്തിലാണ്. അപ്പോൾ അത് നമുക്കൊരു ഡിബേറ്റ് ഏതെല്ലാം നിലക്കാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അനുരണനങ്ങൾ എന്താണ്, വേറെ നിലക്കൊരു എഡ്യൂക്കേറ്റിംഗ് ഇതും കൂടെയാണ്, ഇവൻ്റ് കൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പം വൈകി ഇനിയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ ഈ ഒരു സംഗതി ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഡിബേറ്റ് രണ്ട് പക്ഷത്തു നിന്നുള്ള ആളുകൾ തമ്മിൽ നടക്കുക എന്നുള്ള ഒരു ആശയം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ആരെങ്കിലും അത് ഏറ്റെടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതെ, ഇത്തരം സംവാദങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സംവാദം നടക്കട്ടെ, അതിനുള്ള സമയവും സ്ഥലവും അറിയിക്കാനാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.